വെടിനിർത്തൽ ധാരണയ്ക്ക് വേണ്ടി പാകിസ്ഥാൻ കരസേനാ മേധാവി അസീം മുനീർ അമേരിക്കയുമായി നേരിട്ട് ബന്ധപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. സംഭാഷണത്തിന് വേണ്ടി അസീം മുനീർ അറബ് രാജ്യങ്ങളെയും ചൈനയെയും ബന്ധപ്പെട്ടു. പാക് സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് വെടിനിർത്തലിന് അസീം മുനീർ നീക്കങ്ങൾ നടത്തിയത് എന്നതാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വാർത്ത, ഈ പാകിസ്ഥാൻ കരസേനാ മേധാവി അസീം മുനീർ അമേരിക്കയുമായി നേരിട്ട് ബന്ധപ്പെട്ടു എന്നും അതേപോലെ തന്നെ ചൈനയെയും ബന്ധപ്പെട്ടു എന്നൊരു വിവരമാണ് പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സ്ഥിരീകരണം. ജയലക്ഷ്മി, അസീം മുനീറിന്റെ കയ്യിലെ ഒരു കളിപ്പാവയാണ് ഷഹബാസ് ഷെരീഫ് എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിലും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാലും അത് വളരെ പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ്. ഈ ഒരു ഘട്ടത്തിൽ നേരിട്ട് അസീം മുനീറിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. അതായത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ പാകിസ്ഥാനെ സംബന്ധിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അവർ നേരിട്ടു. അവരുടെ നൂർ അഹമ്മദ് വിമാനത്താവളം അടക്കം, ആ വ്യോമത്താവളം അടക്കമുള്ള പല വ്യോമത്താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഇന്ത്യ ലക്ഷ്യമിട്ട് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത്. ഇത് അസീം മുനീറിനെ സംബന്ധിച്ച് വളരെ വലിയ നാശനഷ്ടങ്ങളിലേക്ക് പോയി. അതിന് പിന്നാലെ ഈ ഒരു ധാരണയിലേക്ക്, ചില വെടിനിർത്തൽ കരാറിലേക്കെല്ലാം തന്നെ എത്താൻ വേണ്ടി അസീം മുനീറിന്റെ ഇടപെടൽ നേരിട്ടുണ്ടായി എന്നുള്ള തരത്തിലാണ് നിലവിൽ റിപ്പോർട്ടുകൾ വരുന്നത്. അതിന് അസീം മുനീർ നിയോഗിച്ച മറ്റു ചില കാലാൾപ്പട പോലെയാണ് ഷഹബാസ് ഷെരീഫും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ISI മേധാവിയും അതുപോലെ തന്നെ സുരക്ഷാ ഉപദേഷ്ടാവുമായിട്ടുള്ള അസിം മാലിക് അടക്കമുള്ളവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. ഇവർ ചൈനയുമായിട്ടും അതുപോലെ തന്നെ സൗദി അറേബ്യ, UAE പോലെയുള്ള അറബ് രാജ്യങ്ങളായിട്ടും അതിനോടൊപ്പം തുർക്കിയും അസർബൈജാനുമായിട്ടും സംസാരിച്ചു. അസീം മുനീർ നേരിട്ട് അമേരിക്കയുമായി, JD വാൻസുമായിട്ടും അതുപോലെ തന്നെ മാർക്കോ റൂബിയുമായിട്ടും എല്ലാം തന്നെ സംസാരിച്ചു. ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം, അസീം മുനീറിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ടുള്ളൊരു ധാരണയിലെത്തുക, ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തുക, കൂടുതൽ നാശനഷ്ടങ്ങൾ സഹിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ നേരിടാൻ വേണ്ടി പാകിസ്ഥാനോ പാകിസ്ഥാന്റെ കരസേനയ്ക്കോ കെൽപ്പ് ഉണ്ടായിരുന്നില്ല ഈ ഒരു ഘട്ടത്തിൽ നിന്ന് പറയാൻ സാധിക്കും. കാരണം അത്രയും വലിയൊരു പ്രഹരമാണ് ഇന്ത്യ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളും താവളങ്ങളും ലക്ഷ്യമിട്ട് നടത്തിയത്. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ റഡാർ സംവിധാനങ്ങളടക്കം തകർന്നു. അവരുടെ വ്യോമ പ്രതിരോധ മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർന്നു. പലതരത്തിലും F-16 JF-10 അടക്കം ഉപയോഗിക്കുന്ന വ്യോമത്താവളങ്ങൾ, അവരുടെ എല്ലാം സ്ക്വാഡ്രൻസ് ഉള്ള വ്യോമത്താവളങ്ങളുടെ റൺവേയും അവിടുത്തെ സൈനിക കേന്ദ്രങ്ങളും അടക്കമാണ് ഇന്ത്യ ലക്ഷ്യമിട്ട് തകർത്തത്. ഇതിൽ ഇന്ത്യ പ്രധാനമായിട്ടും പാകിസ്ഥാന് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കനത്ത പ്രഹരം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അത് താങ്ങാൻ പാകിസ്ഥാന് സാധിക്കില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ എന്നിട്ടും പിന്നാലെ തുടർച്ചയായി പ്രകോപനങ്ങളാണ് പാകിസ്ഥാൻ നടത്തിയത്. കഴിഞ്ഞ ദിവസവും അത് തന്നെയാണ് നടത്തിയത്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കരസേനാ മേധാവി അസീം മുനീർ അമേരിക്കയുമായി ഒരു വെടിനിർത്തൽ ധാരണയ്ക്ക് വേണ്ടി ബന്ധപ്പെട്ടിരുന്നു എന്നൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. അറബ് രാജ്യങ്ങളെയും ചൈനയും ഒക്കെ ബന്ധപ്പെട്ടു എന്നുള്ള വിവരമാണ് അർജുൻ റിപ്പോർട്ട് ചെയ്തത്.